അമ്മ ഓ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ അമ്പലത്തിൽ ചെല്ലുക. തൊഴുത് മടങ്ങുമ്പോ അതേ ഓട്ടോയിലോ അല്ലെങ്കിൽ വേറെ ഓട്ടോ പിടിച്ച് നേരെ വന്നേക്കും. അവിടെ നിന്ന് കറങ്ങരുത്. നീ ഓടാ അവിടെ നിന്ന്. അവൻ പഠിപ്പിക്കാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോണത്. അതെന്താന്നറിയോ അമ്മേ? അമ്മ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് എപ്പോഴാ വന്നത്? ഉച്ച കഴിഞ്ഞിട്ട്. അമ്മ വിളിച്ചോട്ട് ഫോൺ എടുക്കത്തൂല്ല, പിന്നെ മനുഷ്യര് പേടിക്കത്തില്ലേ? അല്ല, അത് ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വിലാസിനിയെ കണ്ടതാണ്. അപ്പം ഞങ്ങൾ ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അതാ ഞങ്ങൾ അറിയണില്ലല്ലോ. ഇനിയിപ്പോ സംസാരിച്ച സമയങ്ങളുടെ അമ്മ പെട്ടെന്ന് പോകാൻ നോക്കുക. നടയടക്കം ചെല്ലേ. ഒരു കാര്യം ചെയ്യേ, ആ ന്യൂസ് പേപ്പറിൽ നിന്ന് ഒരു കഷ്ണം ഒന്ന് എടുത്തോണ്ട് പോ. ഈ അമ്പലത്തിൽ നിന്ന് വരുന്ന പ്രസാദം കുങ്കുമവും ഭസ്മവും ചന്ദനവും ഒക്കെ ഈ ഇലയിലാണ് തരുന്നത്. അതിങ്ങനെ പൊതിഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്നും കാണത്തില്ല. പേപ്പറാൻ ബാധിക്കും. എന്താ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടാണ് പോണത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വിലാസിനിയെ കാണുന്നത്. സംസാരിച്ചില്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം പിരിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ തിരുവാതിരയ്ക്ക് കാണാമെന്നാ. അതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി താമസം വരിക. അതാണ് പറഞ്ഞു തന്നത്. ഇത്ര മതിയാ? കഴിക്കട്ടെ, മടക്കി വെച്ച്. എൻ്റെ തങ്കോട്ടനെ പോലെ ഇരിക്കുന്നത്. അതാ, ഇതെൻ്റെ അമ്മാവൻ്റെ ഇളയ മോനാ. ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണ് ജീവിച്ചത്. ഈ തങ്കൂട്ടൻ എൻ്റെ അമ്മാവൻ്റെ ഇളയ മോന. ആ, അതുപോലെ ഇരിക്കുന്ന. അമ്മയുടെ ബന്ധുവാ. അല്ലല്ലടാ, ആ കണ്ണും ചെവി നോക്ക്. നിനക്കറിയാമോ ആ കണ്ണും മൂക്കും ചെവി, ആ തലമുടി ചോദിക്കണം അതുപോലെ. കുറേ നാളുകൾക്ക് ശേഷം നാട് വിട്ടങ്ങ് പോയി. പിന്നെ ഒരു വിവരവും ഇല്ലായിരുന്നു. വീണ്ടും ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. ഒരു സുപ്രഭാതത്തിൽ കാണാനില്ല, വീണ്ടും അങ്ങ് പോയി. പിന്നെ വന്നില്ലേ? പിന്നെ വന്നിട്ടില്ല. അയ്യോ. അപ്പൊ അതെനിക്ക് പെട്ടെന്ന് തോന്നി. അമ്മാവനെ പോലെ തോന്നിയാ? അമ്മ അതല്ലല്ലോ. അല്ല, വേഗം അമ്പലത്തിൽ പോയി. ഞാൻ പിന്നെ പോയിട്ട് പോയിട്ട് വരട്ടെ. സൂക്ഷിച്ചു പോ. ആ ഫോട്ടോ കണ്ടപ്പോ ആളാകെ മൂടോട്ടായി കേട്ടോ. അതൊക്കെ അമ്മ സ്ഥിരതയാണ്. ചുമ്മാ ഏതെങ്കിലും കണ്ട ഒന്നും രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരളി, ഞാൻ വിളിച്ചിരുന്നു. തിരക്കാണെന്ന് അറിയാം. തിരക്കാണെന്ന് അറിയാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ താലൂക്ക് ആശുപത്രിയിൽ. DDT പാർട്ടിയുടെ അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ പരിപാടിക്ക് നമുക്ക് സ്പോൺസർ ആയിട്ടില്ല ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതെ, ഒന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. 2000 അല്ല, അയ്യോ അത് പോരെ. നമുക്ക് എന്തറിയാമോ, 10-100 പേർക്ക് നമ്മൾ കുറഞ്ഞത് കൊടുക്കുന്നുണ്ട് ഭക്ഷണം. അത് താലൂക്ക് ആശുപത്രിയിൽ. ജില്ലാ ആശുപത്രിയിൽ നമ്മൾ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ചെറിയ സംഭവം അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 5000 രൂപ. പിന്നെന്ന് പങ്കെടുക്കണം. അതിൽ വന്ന് മുതലാളിയുടെ കൈ കൊണ്ട് തന്നെ നിർത്തനരൊക്കെ എടുത്ത് കൊടുത്താൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാൻ ആളിനങ്ങോട്ട് വിടാം. വിടാം. ശരി. നീ ഒന്ന് നിർത്തിക്കേ. ഇവിടെ ഒരു ഫോൺ വളരെ ഗൗരവമായിട്ട് കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അല്ലേ? അത് എവിടെ വീണാലും കുഴപ്പമില്ല. കട്ടായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് കട്ടാക്കിക്കൂടാ. അത് നിർത്തിക്കൂടാ. ഇങ്ങോട്ട് വന്നേടാ. അല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. 2 പ്രാവശ്യം ഞാൻ മേളിൽ കയറി വന്നപ്പോൾ എൻ്റെ അടുത്ത് താഴെ പോകാൻ പറഞ്ഞു. എന്താ കുഞ്ഞുവിളിയാന്ന്? നിന്റെ അടുത്ത് താഴെ പോകാനല്ല, നിന്നെ വരാനും അല്ല വിളിച്ചത്. ആ ശബ്ദം ഒന്ന് കുറയ്ക്കുന്നു പറഞ്ഞാണ്. അതിനങ്ങ് നിർത്താൻ പറഞ്ഞാ പോരെ? അതൊക്കെ കളിച്ച കളി. മനുഷ്യ അവിടെ കിടന്ന് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർത്തി. ഇനി വിളിച്ചോ? ഇവിടെ ഇരിക്കും. കട്ടള ഇളകി കിടക്കുന്ന വച്ചമ്പി. കട്ടള ഇളകി കിടന്നോട്ടെ, അത് പണിയാൻ വേറെ അതിനുള്ള ആശാരിമാരുണ്ട്, അവർ പണിഞ്ഞോളും. നീ ഈ ശുഷ്കാന്തി നിന്റെ മറ്റേ ബൈക്ക് പണിയാൻ വർഷാപ്പിൽ പറഞ്ഞ വണ്ടി പണിഞ്ഞു കൊടുക്കാൻ കാണിച്ചെങ്കിൽ എന്ത് വേണം? തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. ഇനി നീ പണിയണ്ട. പിന്നെ നമ്മൾ DDT പാർട്ടിയുടെ ഇതിൽ ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കാൻ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഈ 2 ദിവസം കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിന് കുറേ ആൾക്കാരെ പൊതുവിതരണം ചെയ്യാൻ പോകണം. പൊതുവിതരണം ചെയ്യാനല്ല, അതിൻ്റെ വിതരണം ചെയ്യാൻ മുന്നോടിയായിട്ട് ഫണ്ട് കളക്ട് ചെയ്യണം.
അപ്പോൾ അത് കളക്ട് ചെയ്താലേ പൊതി കൊടുക്കാൻ പറ്റും. പിന്നെ ആ, അപ്പോൾ അത് നീ ഫണ്ട് കളക്ട് ചെയ്യണം. നീ ആൾക്കാരുടെ അടുത്ത് പോയി ആ പിരിവ് വാങ്ങാനുള്ള പൈസ വാങ്ങണം. ഞാനാ എന്ത്? അതെങ്ങനെ ശരിയാവും? പിരിവിന് നിങ്ങൾ മുതിർന്ന നേതാക്കളല്ലേ, ഞങ്ങൾ അണികൾ പോയിട്ട് എന്ത് കൊടുക്കാനാ? അയ്യോ, നീ മുതിർന്ന്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ അപ്പുക്കുട്ടൻ സാർ പ്രത്യേകം പറഞ്ഞു, റൊണാൾഡോ ഒരുപാട് മുതിർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്, അവനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമെന്ന്. പണ്ട് ഇതേപോലെ അപ്പുക്കുട്ട സാറ് പറഞ്ഞു വാർഡ് മെമ്പർ ആക്കാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കുറേ അതിന് പണിയെടുക്കണം, പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. അല്ല ചുമ്മാ അങ്ങ് വാർഡ് മെമ്പർ ആയവരല്ല ഞങ്ങളൊന്നും ആരും. അതിന് അത്ര അധ്വാനം ഉണ്ട് അതിൻ്റെ പിന്നിൽ. നിനക്കെല്ലാം പെട്ടെന്ന് ഈ പറഞ്ഞില്ല, ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയിൽ പിള്ളേർ ഒന്ന് പെട്ടെന്ന് ഫേമസ് ആകുമ്പോൾ ആവാന്നാണെന്ന് വിചാരിക്കണേ. അത് നടക്കൂല, കഷ്ടപ്പെടണം അതിൻ്റെ പിന്നാലെ. എന്നൊക്കെ പറഞ്ഞ് കടകളിൽ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞത് മോശമില്ലേ? അയ്യോ എടാ, നീ കൊടുങ്ങാവിളയിലെ ആ ക്ലബിൻ്റെ പരിപാടിക്ക് അടുത്ത വർഷത്തെ വാർഷികത്തിന് തലേ വർഷം തന്നെ നീ ഇറങ്ങി കന്യാകുമാരി ജില്ല മുഴുവനും പിരിച്ച് അങ്ങനെ നടക്കണമെന്ന് നിനക്ക് ഇവിടെ എന്ത് പിരിവ് നാണക്കേടാ? മച്ചമ്മ അവിടെ എനിക്ക് കുറെ പരിചയങ്ങളുണ്ട് ലോക്കൽ സ്റ്റേറ്റ്. ഇവിടെ അങ്ങനെ എനിക്കൊരു ഇവിടെ നിനക്ക് കുറേ പുതിയ പരിചയക്കാരെ കിട്ടും. എങ്ങനെ? ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി നിന്റെ വാട്സപ്പിലോട്ട് വിട്ടിട്ടുണ്ട്. ആ വാട്സപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആരുടെ കടയിൽ നിന്ന് എവിടെ പോയി എത്ര വാങ്ങണമെന്നെല്ലാം എഴുതിയിട്ടുണ്ട്. അതങ്ങോട്ട് തരും, അത് മേടിച്ചുകൊണ്ട് വെക്കുക. അത്രയും ചെയ്താൽ മതി. രോഹിണി ഗാർമെന്റ്സ് 5000, നൗഷാദ് കോഴിക്കട 3000, ചിഞ്ചിലം സൂപ്പർ മാർക്കറ്റ് 7000, മൊത്തം 5000, 2000, 7000 ആണല്ലോ. ഇത്രയും പൈസ പിരിച്ചിട്ട് കാബേജ് തോരനും ചോറും ചമ്മന്തി. എടാ, അതെങ്കിലും കിട്ടിയാൽ മതി എന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ രസവും ചോറും ചമ്മന്തിയും ചോറും തിന്ന ആളുണ്ട്. അപ്പോൾ ഇത്രയും ഒരു 3 തരം കറിയും ഒരു മീൻ ഫ്രൈയും വെക്കണുണ്ട് അതിൽ. മീൻ ഫ്രൈ കണ്ടായിരുന്നേ പ്രാവശ്യം. എന്ത് കാണാണ്ട്? ഒരു കാഞ്ചി അൻസാർ മെമ്പർ അടുത്ത് വൈകിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ വെയിൽ താഴുമ്പോൾ ഇറങ്ങി 10 കടയിൽ സാറിന് ഞാൻ വേറെ പണി കൊടുത്തിട്ടുണ്ട്. പിരിവിന് പോയി പണി കിട്ടിയ? എടാ അതല്ല, അവനെ ഞാൻ വേറെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നീ മാത്രം പോയാൽ മതി. ഇപ്പം എനിക്ക് പോകാൻ പറ്റാത്ത സമയം എനിക്ക് അപ്പുക്കുട്ട സാറുമായിട്ട് ചേർന്നിട്ടുന്ന് വേറെ കുറേ വലിയ ബടാ മുതലാളിമാരെ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെന്നിട്ട് ഇപ്പോൾ ആരെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയും? നീ ഒന്നും പറയണ്ട. അവരോട് ഞാൻ അവരോട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. നീ ആ പോയ പൈസ വാങ്ങിച്ചാൽ മതി. തലയിൽ പേനുണ്ടടി. മാമി നോക്കി തരാം. കണ്ടോ, അവന് ഇഷ്ടമല്ല അവന്റെ തല പിടിക്കണത്. അവന് കളിയെ പുഴുക്കട്ടെ, പേൻ വന്ന് നിറഞ്ഞ് തല പൊട്ടട്ടെ. എന്നാൽ ഈ അമ്മ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഓടിയേ. ആ അടുക്കളയിലാണെങ്കിൽ 100 കൂട്ടം പണിയായിരുന്നു. ചേച്ചിയോട് മനഃപൂർവ്വം പറയാതെ പോയതായിരിക്കും. എന്നാലല്ലേ അമ്മയുടെ കൂട്ടുകാരികളോടൊക്കെ ഇരുന്ന് കുറെ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ്. ഇനി നോക്കിയാ ഉച്ച കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എനിക്ക് അവരുടെ കൂട്ടുകാരികളുടെ കൂടെ ഒന്നും പോകാനല്ല, എനിക്ക് 3-4 വഴിപാട് കഴിക്കാനുണ്ടായിരുന്നു. ഒരെണ്ണം ദൈവനുള്ളതായിരുന്നു. ആ പനി വന്നപ്പോൾ നേർന്നതാ. നാളെ പോവും. ഇനിയിപ്പോൾ നാളെ പോകാം. അമ്മ പോവായിരുന്നെങ്കിൽ അവിടെ പോകാമായിരുന്നു എന്ന് വിചാരിച്ചായിരുന്നു. പിരിവാണെന്ന് തോന്നണ ചേച്ചി. കഴുകാനെ പിടിച്ച കിടുവോ? ഇവിടുത്തെ ആസ്ഥാന പിരിവുകാരനെ കിട്ടുമെന്നൊന്നും അറിയില്ലായിരിക്കും. ഈ വരുന്ന സുശീലൻ എന്ന ആൾ ജന്മന ബദിരനും മൂകനുമാണ്. വിവാഹം കഴിഞ്ഞ് 2 പെൺമക്കളുള്ള ഇയാൾ 6 വർഷമായി വൃക്ക തകരാറിലായി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്യചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന സുശീലിന് തുടർ ചികിത്സയ്ക്കുള്ള ചെലവിന് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ, ജോലി എടുക്കാൻ കഴിയാത്ത സുശീലിനെ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ കൊടുത്ത് സഹായിക്കുക എന്ന് പൊന്നുമണി ചാരിറ്റബിൾ ട്രസ്റ്റ്, ആറ്റിങ്ങൽ. സത്യമാണ്. സത്യമായിരിക്കും അങ്ങനെ എടുക്കുന്നത്. അയ്യോടാ പാവം, എന്തൊരു കഷ്ടമാണ്. പിന്നെ 2 പെൺമക്കളും ഉണ്ടെന്ന്. അതെ, പിള്ളേരൊക്കെ എന്തോരമായി. അതിന് എന്ത് പണി വെച്ചാൽ സംസാരിക്കത്തില്ലല്ലോ, ചെവിയും കേൾക്കൂല. പിന്നെ നമ്മൾ പറയണ എങ്ങനെയൊക്കെയാണ്. ഭക്ഷണം തരാം. കേൾക്കൂല ചേച്ചി എന്ത് പറഞ്ഞാലും. വേണ്ടേ? പൈസയാ ചോദിച്ചുകൊണ്ടിരിക്കണം. മരുന്നൊക്കെ മേടിക്കാൻ പൈസ വേണമായിരിക്കും. പൈസ വല്ല ഇരിപ്പുണ്ടോ? പൈസ ഏട്ടനോടല്ലേ ചോദിക്കാം. ഉറങ്ങുവാണത്. ചോദിച്ചിട്ട് പോകാം. ഇങ്ങനെ ഇറങ്ങി നടന്ന കുഴപ്പമൊന്നുമില്ല ചേച്ചി. എടേ, നീ ആ റൂബി ഹോട്ടലിന്റെ മുതലാളി ഇപ്പോൾ ഒരു 5 മിനിറ്റ് വരും. എടാ, അയാളെ കണ്ട് നീ ആ പൈസ മാറ്റിട്ട് പോകണോണ്ടാ. ഒന്ന് പറഞ്ഞോ, നീ ഒന്നും അനുസരിക്കരുത്. ഇങ്ങ് വന്നേ. ഞാൻ ഇവിടെ ഒരു ചായയും കടിയും കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് അയാൾ വരും. പറയണമല്ലോ, ചെയ്താൽ മതി നീ. വെച്ചരാ. കർത്താവിനാണോ ഇത്? എന്തൊരു ചെറുക്കനാണോ?
ഇതേ ആര് കുഞ്ഞു പോയി കളിച്ചോടാ. സുശീലൻ ആര് സുശീലൻ ഏത് സുശീല? നീ എവിടെ ഉള്ളടായി? സഹായത്തിന് എന്താ ക്ലീറ്റോ ചേട്ടാ? എടാ നീ എവിടെ ഉള്ളതാ? ക്ലീറ്റോ അതിന് ചെവിയും കേട്ടൂടെ വർത്താനം പറയാൻ പറ്റില്ലതേ. ആരെവനാ? 2 വൃക്കയും പോയി ക്ലീറ്റോ. 2 ചെറിയ പിള്ളേരുണ്ട്. അയ്യോ നീ ഐസ് കട്ടയിലാണ് പെയിന്റ് അടിക്കാൻ വന്നേക്കണത്. നിന്റെ അപ്പുറത്തെ ഉടായ്പ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതിനൊന്നും കേട്ടൂടാ. ആര് ഇവനാ? പിന്നെ കേട്ടോടാ പിന്നെ ഈ ഇമ്മാരത്തെ പരിപാടി ഉണ്ടല്ലേ, കിഡ്നി പോയി ലിവർ മാറ്റി വെക്കണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം, മക്കളെ കെട്ടിക്കണം, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. പുതിയ വല്ല നമ്പറുമായിട്ട് നീ ഇറങ്ങി പോ. ഒരു 50 രൂപ വേണ്ട കയ്യില്? 50 രൂപ ഒരു പൈസ എന്റെ ഇല്ല. എന്റെ ക്ലീറ്റോ ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ. നിങ്ങളെ ഒരു കാര്യം പറയും, ഇത് കണ്ടറിയില്ല. കുഴപ്പമില്ല. മോനെ സുശീല മോനെ ഒരു കേൾക്കാൻ പറ്റാത്ത നീ വിളിച്ചാൽ കേൾക്കുവോ? കേട്ടോ ക്ലീറ്റോ ഇതൊന്ന് നോക്കിയേ. അങ്ങനെ ദേ ഇതിനകത്ത് മറ്റേ ഇതൊക്കെ പിന്നെ വലിയ കാര്യമല്ലേ ഇതൊക്കെ ഒപ്പിക്കാൻ. അവനെ മോൻ കണ്ട അറിയാം. നിനക്കൊന്നും ഇല്ലേ? വേണ്ട നിനക്കൊന്നും. ഫോൺ നമ്പർ കൊടുത്തല്ല അങ്ങോട്ട്. വിളിച്ചങ്ങ് നോക്ക്. എനിക്കറിയാം നിങ്ങളെപ്പോൾ അർഹതപ്പെട്ടവർ കൊടുത്താൽ കുഴപ്പമില്ല തങ്കം. ഇത് നമ്മളെ പറ്റിക്കാൻ പാടില്ല. ഇത് അർഹതപ്പെട്ടോ ഇല്ല എന്ന് ക്ലീറ്റോക്ക് എങ്ങനെ അറിയാം? ഈ നമ്പർ നിലവിലില്ലാന്ന് പരിശോധിക്കും. അടുത്ത നമ്പർ വിളിക്കും നോക്കട്ടെ. നിന്റെ നോക്കും. നീ കളിക്കത് എവിടെയാ വന്നേക്കണത്? നീ ആളും തരം കണ്ട് കളി. നീ എവിടെ? ആറ്റിങ്ങിലാണ് വന്നേക്കണത്. എവിടെ ഉള്ളത് മൈ? സ്വിച്ച് ഓഫ്. ഇവര് നില്ലടാ നിന്ന ഞാനേ SI സാറിനെ വിളിക്കാം. വേറെ നമ്പർ ഉണ്ടോ നിന്റെ ഈ നമ്പർ? ഇത് നിന്റെ ഞാൻ എന്ത് ക്ലീറ്റോ ഇവൻ കള്ളൻ. അവനെ കണ്ടറിയാം. ഇവനെ കൂടായി ആരെയാ വിളിക്കുന്നേ? SI സ്റ്റേഷനിൽ സാറിനെ വിളിച്ച ഇപ്പം അറിയാം. അവൻ്റെ പൊന്നും മണിയും ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പം എന്താണെന്ന് നമുക്ക് ഇപ്പം കണ്ടുപിടിക്കാം. സാറേ നമസ്കാരം. സാറേ ഞാൻ ക്ലീറ്റസ് മൊത്തമായി DDT-യിലാ. ഒന്നുമില്ല സാറേ, ഒരു പൊന്നുമണി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആർട്ടിക്കൽ എന്ന് പറഞ്ഞ ഉടായ്പോയിട്ട് ഒരുത്തോടെ വന്നേക്കാണ് സാറേ. അപ്പം അവനെ സുശീല പോയ ചേച്ചി അയാള് ഓടി. ആര്? സുശീലൻ. എന്തേ? ക്ലീറ്റോ പോലീസിനെ വിളിച്ച്. അപ്പൊ അവൻ ആ സാധനമൊക്കെ പേടിച്ചിട്ട് ഓടി. അപ്പൊ ഉടായിപ്പായിരുന്ന ആണെന്ന് തോന്നുന്നു. ദൈവമേ, ക്ലീറ്റോ ചേട്ടൻ നമ്മളെ വരുമ്പോ കൊടുക്കടി. നീയൊക്കെ ഇവിടെ ഇരിക്കണ എല്ലായിടത്തും കൊടുക്ക്. പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവൂല. കൊടുക്കാന്ന് ഓടി. അവൻ അങ്ങോട്ടിറങ്ങി ഓടി. ഒരു ആട്ടോയിൽ കയറി വലത്തോട്ട് ഇടത്തോട്ട് എങ്ങോട്ട് പോയെന്ന് ഞാൻ ശ്രദ്ധിക്കില്ല. കയറണുണ്ട്. ഒരു ബുദ്ധിയേ. ബുദ്ധിയൊന്നുമല്ല, ഒരു കള്ളന് വേറൊരു കള്ളനെ കണ്ടാൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ. വെള്ളം തന്നാണ്ടല്ലേ ചേട്ടാ? പൈസ വേണ്ട, അവൻ പറ്റിക്കലായിരുന്നു. എന്റെ പൊന്നെ, ക്ലീറ്റോ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അവൻ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയേനെ. ആ വന്ന ആൾക്കില്ലേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഏതോ സ്ഥാപനത്തിൽ ഏതാണ്ട് വലിയൊരു പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഇത് എല്ലാം ഞങ്ങളെ കാണിച്ചു. ഞങ്ങൾക്ക് അതൊന്നും കണ്ടിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ അതൊക്കെ കാണിച്ചപ്പോൾ ക്ലീറ്റോ ചേട്ടൻ ആ സ്ഥാപനത്തിലെ നമ്പറിലോട്ട് വിളിച്ച് 2-3 നമ്പറുണ്ട്, എല്ലാം സ്വിച്ച് ഓഫ്. എന്നിട്ടൊരു സംശയം തോന്നിട്ട് ഏതൊരു പരിചയമുള്ള SIനെ വിളിച്ച്, ഹലോ SI സാർ അല്ലേ എന്ന് കേട്ടതും അവനെടുത്തു വെച്ചൊരു ഒറ്റ ഓട്ടോ കേട്ടാ നിക്കണ്ടേ അവൻ. എന്തൊരു സാധുവായിരുന്നറിയാം. അവന് ചെവിയും കേൾക്കത്തില്ല, വർത്തമാനവും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കേട്ടപ്പോ ഒറ്റ ഓട്ടോ ഓടി. എന്തുവാണല്ലേ ഇവന്മാരൊക്കെ ഇനി 50 രൂപ വെച്ച് ഓരോരോ വീട്ടിലും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ 10 വീടാകുമ്പോ എത്ര രൂപയായി? 500 രൂപയായി. എന്തൊരു നാണം കെട്ടവന്മാരല്ലേ. ഈ നെയ്യാറ്റിങ്കരല്ലേ ആ ബസ് സ്റ്റാൻഡിൽ രാവിലെ ഒരു അമ്മ വരും, ഒരു 8 മണിയാകുമ്പോൾ വരും. ചായ പിടിക്കാൻ 10 രൂപ മക്കളെന്ന് പറയും. അപ്പൊ ആരായാലും കൊടുത്തു. പ്രായമായ ഒരു അമ്മ അല്ലേ, പാവം കണ്ടാലും. 10 രൂപയല്ലേ ചോദിക്കണത്? ഒരു 11 മണിയാകുമ്പോൾ അവരുടെ കയ്യിൽ 1000 രൂപ വരും. അത് കഴിഞ്ഞാൽ അമ്മ പോയി റെസ്റ്റൊക്കെ എടുക്കാം. എന്നിട്ട് ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ വരും. ഒരു 6 മണിയാകുമ്പോൾ വീണ്ടും ഒരു 1000 രൂപ ആവും. അങ്ങനെ ഒരു ദിവസം 2000 രൂപ വെച്ചാണ് അമ്മയ്ക്ക് കിട്ടുന്നത്. സൺഡേ ഹോളിഡേ ആണ്, സൺഡേ വരില്ല, ബുദ്ധിമുട്ടാണ്, റെസ്റ്റ് വേണമല്ലോ. നീ കണക്കൂട്ട് വയ്ക്കാണ്. ഒരു ദിവസം 2000 രൂപ. മാസം ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഗസറ്റ് റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന പൈസക്കാലും കൂടുതൽ കിട്ടും. ശരീരം അനങ്ങാൻ വേണ്ട, 10 രൂപ ചോദിച്ചാൽ മതി. സമ്മതിക്കണം കേട്ടാ, എന്തൊരു നാണം കെട്ട പരിപാടിയാ. ഇപ്പൊ എന്താണ് രാഷ്ട്രീയക്കാരികൾ, എന്താണ് എല്ലാ പാർട്ടിക്കാരും കണക്ക് തന്നെ. ഇവര് ദാനം കൊടുക്കുന്നതാണ്, മറ്റേ പിടിച്ചു മേടിക്കുന്നതല്ലേ. പാർട്ടിയുടെ ആ പ്രശ്നം, പാർട്ടിയുടെ സമ്മേളനം, മറ്റേതെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് മൊത്തം കടക്കാരിന്ന് പിടിച്ചു മേടിക്കുകയല്ലേ ഉള്ളത്.
അതാണ് നാണക്കേട്. എല്ലാ ഒരു തരത്തിൽ ഭിക്ഷ തന്നെ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ്ടേ ദേ ഇപ്പോൾ ആട്ടോ പാർക്കിൽ ആരും വിളിച്ചിട്ട് പറഞ്ഞാൽ 5000 രൂപ പിരിക്കാനായിട്ട് നിൻ്റെ അളിയും പറഞ്ഞിട്ട് ഒരാൾ വന്നേക്കുന്നു, റൊണാൾഡ്. ആ സൗജന്യ ഭക്ഷണ വിതരണമെന്ന്. അതിൻ്റെ പേര് പറഞ്ഞാൽ 5000, 6000, 10000 വെച്ചാണ് പിരിക്കുന്ന ഓരോ കടക്കാരുന്ന്. ക്ലീറ്റോച്ചയുടെ റൊണാൾഡോ അച്ഛനെ വിട്ടാ? അതെന്താ ക്ലീറ്റോച്ചയുടെ റൊണാൾഡോ അച്ഛനെ വിട്ടാ എന്തിനാ? വേറെ ആൾക്കാരുടെ പാർട്ടിക്കാർക്കെല്ലാം വീതിച്ചു കൊടുക്കണ്ടേ? ഇതാകുമ്പോൾ അനിയനും ചേട്ടൻ കൊണ്ട് തീരുമാനിച്ചാൽ പോരെ. എന്നിട്ട് എന്തെന്നറിയാമോ, പേരിന് വേണ്ടി ഒരു 10-12 പൊതി വാങ്ങിയിട്ട് താലൂക്ക് ആശുപത്രി കൊണ്ട് കൊടുക്കും പാവങ്ങൾക്ക്. അതിൻ്റെ ഫോട്ടോ എടുക്കും, പത്രത്തിൽ ഇടും, പേരെടുക്കും. പൊന്നോ, എനിക്ക് നാണക്കെട്ട കഥ. കേൾക്കുന്നത് നമുക്ക് നാണക്കേട് തോന്നുന്നു, അവർക്ക് തോന്നുന്നുണ്ട്. അമ്മ എന്താ? അമ്മ ഇതുവരെ വന്നിട്ടില്ല. അമ്മ കഴിഞ്ഞ മാസം പോലെ മറ്റേ വിലാസിനി അമ്മ അടുത്തൊക്കെ സംസാരിച്ച് ചുറ്റിയടിച്ചൊക്കെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരുമായിരിക്കും. വിളിച്ചു നോക്കാം, എടുക്കുവാന്ന് അറിയാൻ പാടില്ല. വിളിച്ചു നോക്ക്. ഫോൺ അടിക്കുന്ന. ഹലോ. ആ സാർ. ആ ഇല്ല സാറേ. സോറി സാർ. ഇല്ല. ആ ഒന്നും ചെയ്യണം സാറേ, അത് തെറ്റിപ്പോയതായിരിക്കും. ഞാൻ ചോദിക്കാം സാർ, ചോദിക്കാം. എന്തൊരു തോൽവിയാണ് ഈ ചെറുക്കൈ. എന്തിനാണ് ഇത് തീറ്റി കൊടുത്ത് വളർത്തുന്നത്? തക്കുടു അല്ലെങ്കിൽ വേറെണ്ണത്തിന് തീറ്റി പോരണുണ്ടല്ലോ. റൊണാൾഡോ ഓ, അവനെ ഞാൻ തീറ്റി പോറ്റണില്ല, വളർത്തിയിട്ട് തീറ്റി പോറ്റാനായിട്ട് നിങ്ങളുടെ കുഞ്ഞമ്മച്ചി ഇങ്ങോട്ട് കർത്താവിനാണ്. എന്താ ചെളിയാണ് അവന്റെ തലയിൽ. എന്താ ഒരു ബോധമില്ല. ഞാൻ ലിസ്റ്റും കൊടുത്ത് വിട്ട് മര്യാദയ്ക്ക് പൈസ വാങ്ങാനുള്ള സ്ഥലം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചേക്കണം. സത്യം, ഇത് ആഹാരം കൊടുക്കാൻ പൈസ വേണം. അതിന് അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ കൊടുത്ത ലിസ്റ്റിലല്ലേ പിന്നെ നിങ്ങൾ കൊടുത്ത ലിസ്റ്റില്ലാതെ അവന്റെ തോന്നിയാസത്തിന് പോയി ചോദിക്കോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ ചെറുക്കൻ എന്തിനാ ഇപ്പൊ അയാള് എസ് ഐ വിളിച്ചിട്ട് ഞാനൊന്ന് അറിഞ്ഞുകൊണ്ടും മര്യാദയായിട്ട് സംസാരിച്ചു. എന്തിനാന്ന് ഈ പണിക്ക് നിൽക്കണം? നിങ്ങളുടെ കയ്യിലെ കുഴപ്പം. അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം അവനെ. എന്റെ കയ്യിലെന്താ കുഴപ്പം? ആ നിങ്ങളിങ്ങനെ പല വഴിക്ക് അവനെ വിട്ടിട്ട് നീ കളിക്കല്ലേ. അവനെ പറഞ്ഞോ കേട്ടാ? തോന്നിയാസം ഒരുത്തൻ കാണിച്ച അത് പോരാ, പിന്നെ ഇനി അവനെ ന്യായീകരിക്കും. തോന്നിയാസം ക്ലീറ്റ കാണിച്ചാൽ നിങ്ങൾക്ക് ബോധമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു വിട്ടിട്ടുണ്ടാവും, അവനത് വിളിച്ചിട്ടുണ്ടാവും. കേട്ടോ, കേക്ക് കേൾപ്പിക്കാം. എടാ നീ ആൾക്കാരെ വായിരിക്കണം എന്നെ കേൾപ്പിക്കോടാ. റൊണാൾഡോ, ഞാൻ നിന്റെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി തന്നു. നീ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി പൈസ വയ്ക്കുന്ന ആളാ പറഞ്ഞത്. ഞാൻ തന്ന ലിസ്റ്റിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയാൽ പറഞ്ഞേക്കണം. ആറാമത്തെ കടയുടെ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം എന്താണെന്ന്. എടാ പോത്തെ, അതെടുത്ത് നേരെ നോക്കടാ. അത് പൗലോസ് സ്റ്റേഷനറി മ്യൂസിയം, അല്ലാതെ പോലീസ് സ്റ്റേഷൻ മ്യൂസിയം അല്ല. പൗലോസ് അച്ചായന്റെ സ്റ്റേഷനറി കടയിൽ നിന്ന് വാങ്ങാൻ. നീ ബാക്കിയുള്ളത് എടാ, നീ നിന്റെ വായിക്കത്തൊന്നും ഇരിക്കുന്നു. ബിരിയാണി കഴിക്കാൻ സമയമായില്ലല്ലോ. നീ എവിടെ ഇരിക്കുന്നു? അയ്യോ, അതിന്റെ പേരൊന്നും പറയാൻ അവന് ഒരു എളുപ്പമില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഞാനേ നീ ആ തന്ന ലിസ്റ്റിൽ നിന്ന് ബാക്കി കടകൾ പിരിച്ചിട്ട് ഇങ്ങോട്ട് വാ. ഓ കർത്താവേ, എന്തിനാണോ തോന്നുന്നു? അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എഴുത്തും വായന അറിയണ്ടേ? പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണ്ടേ? പിന്നെ എങ്ങനെ? അതിന് എഴുത്തും വായന അറിയാവുന്ന എത്ര ഉണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ? ഇത് അറിയാതിരുന്നാലല്ലേ രാഷ്ട്രീയക്കാരനാവാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ വല്ല MLA മന്ത്രിയൊക്കെ ആവാൻ പറ്റുള്ളൂ. പോടി, ന്യായീകരിക്കാൻ വന്നേക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനും പൗലോസ് സ്റ്റേഷനറിയും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്. ആർക്കാണെങ്കിലും തെറ്റിപ്പോവും. അയ്യോ, രണ്ടും ഒരു വണ്ടി കെട്ടാൻ പറ്റിയ കെട്ടണമെന്നല്ല. ഇറങ്ങി വായേ. എന്റെ മരുമോളാ. വാ. പാവം. ഞാനും വിലാസിനെയും കൂടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ മൂലയിൽ ഒരു തിണ്ണയിൽ കിടക്കുന്നു. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് എന്താ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നീ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് പോവാ. ചെല്ലേ ഏട്ടാ, നീ വന്നേ. അതെ അടുത്തത്
ഞാൻ അയാളെ വിളിച്ചോണ്ട് വന്നത്. എന്തിന്? എല്ലാം കഴിക്കാൻ കൊടുക്കാനായിട്ട്. ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്പലത്തിന്റെ മൂല തിണ്ണെ കിടക്കുന്നതിന് കണ്ടിട്ട് സഹിച്ചില്ല അയാളുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക്. പോയി എടുത്തോണ്ട് വാടി എന്തെങ്കിലും. വലിയ ബിസിനസ് ഒക്കെ നടത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. ഭാര്യയും 2 പെമ്മക്കളും. വലിയ വീടൊക്കെ വെച്ച് പെമ്മക്കളെ കെട്ടിച്ച്. ഉള്ള ബിസിനസ് ദുർഭാഗ്യവശാൽ അങ്ങ് പൊളിഞ്ഞു പോയി. എന്ത് ചെയ്യുമെന്ന് പറ. ഇപ്പൊ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട. അവര് നല്ല നിലയിൽ ജീവിക്കും. അവർക്ക് വേണ്ട, ഇപ്പൊ ഒന്നും ഇല്ല. ഇയാള് പൊളിഞ്ഞു പോയില്ലേ. ഇതെന്താന്ന് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വന്നപ്പോഴേ ഇവിടുത്തെ അച്ഛൻ്റെ പരിചയക്കാരനാ. നമ്മുടെ കൈ കൊണ്ട് ഒരു നേരത്തെ ആഹാരം കൊടുത്താലേ 100 അമ്പലത്തിൽ പോയി തൊഴുന്ന പുണ്യം കിട്ടും നമുക്ക്. ലില്ലി, അല്ല ഒരു കാര്യം ചെയ്യാം, അതവിടെ വെച്ചോളൂ, നമുക്ക് അകത്തിരുന്ന് കഴിക്കാം. വേണ്ട സാറേ, ഞാൻ ഇവിടെ ഇരുന്നോ. സാറല്ലേ വന്നോളൂ. ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം കേട്ടോ. അതവിടെ വെച്ചോളൂ. അതെ. Aliens.